യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ ദനഹ പെരുന്നാളാണ്. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ മാമോദീസ. ജോർദാൻ നദിയിൽ ഈശോ മാമോദീസ സ്വീകരിച്ച് യഹൂദമതത്തിൻ്റെ ആചാരമനുസരിച്ചുള്ള സ്നാപക യോഹന്നാൻ നൽകിയ ആ സ്നാനം സ്വീകരിച്ച് ഈശോ ഇന്ന് സ്വർഗത്തിൻ്റെ വെളിപാടുകൾ തിരിച്ചറിഞ്ഞ ഒരു ദിവസമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ദിവസം ഏറ്റവും ധന്യമാകാൻ ദൈവം നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മാമോദീസായുമായി ഇതിനുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, പൗരസ്ത്യ സഭകളിൽ ഇതിനെ പ്രത്യക്ഷീകരണത്തിൻ്റെ തിരുനാളെന്ന് കൂടി വിളിക്കാറുണ്ട്. പ്രത്യക്ഷീകരണത്തിൻ്റെ തിരുനാൾ. നമ്മളിത് ധ്യാനപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ട് ഈ സന്ധ്യയിൽ ഒരു അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. ഈ എപ്പിഫനി എന്നാണ് അറിയപ്പെടുന്നത്. എപ്പിഫനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തിരുനാളിലൂടെ ദൈവം ചില വെളിപാടുകൾ നൽകി. അതാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത്. ഈ ദനഹ പെരുന്നാൾ പ്രത്യക്ഷവത്കരണത്തിൻ്റെ തിരുനാൾ എന്നുകൂടിയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പൗരസ്ത്യ സഭകൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നത് ക്രിസ്മസ് മുതൽ ജനുവരി 6 വരെ, ഇന്ന് വരെയുള്ള ഈ 12 ദിവസങ്ങളോളം വരും. അപ്പോൾ ഈ 12 ദിവസങ്ങൾ ഒരു വലിയ തിരുനാളിൻ്റെ ആഘോഷങ്ങളായിട്ട് നടത്തുന്നത്. അതുകൊണ്ടാണ് പല പൗരസ്ത്യ സഭകളിലും ഈ 12 ദിവസം, അതായത് ക്രിസ്മസ് 25 മുതൽ ഈ ജനുവരി 6 വരെയുള്ള ദിവസങ്ങൾ, 12 ദിവസങ്ങൾ, അതൊരു കൂട്ടം പെരുന്നാളുകളുടെ ആഘോഷമാണ്. അത് ഈശോയുടെ ജനനം, അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് പൂജരാജാക്കന്മാർക്ക് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയത്, നക്ഷത്രം കൊണ്ടുവന്നവരെ പുൽക്കൂട്ടിലെത്തിച്ച് ദൈവപുത്രനാണ് എന്ന് വെളിപ്പെടുത്തിയത്, പിന്നീട് ആട്ടിടയന്മാർക്കുള്ള വെളിപ്പെടുത്തിയത്, അതിനുശേഷം പിന്നീടത് ഹെറോദേസിനും ആ ജെറുസലേം മുഴുവനും ഒരു വെളിപാടായി മാറിയത്. അവരത് കേട്ട് ഞെട്ടിവിറച്ചു. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ മാമോദീസായാണ്. ആ മാമോദീസായിൽ സ്വർഗം ഒരു മൃദുസ്വരമായി വന്നിട്ട് ഈശോയുടെ മീതെ പ്രാവിൻ്റെ ദേഹരൂപത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് വെളിപ്പെടുത്തി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ പിതാവിൻ്റെയും വെള്ളത്തിൽ നിൽക്കുന്ന പുത്രൻ്റെയും അവൻ്റെ മീതെ വരുന്ന പരിശുദ്ധാത്മാവിൻ്റെയും, അപ്പോൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഒരു വെളിപാടാണ് ദനഹ പെരുന്നാളിൽ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ തിരുനാൾ തീരുന്നത് കാനായിലെ കല്യാണത്തിൽ വീഞ്ഞിൻ്റെ ഉറവിനെ അത്ഭുതകരമായി തീർത്ത പരിശുദ്ധ ഇടപെടലിലൂടെ അവൻ്റെ ശിഷ്യന്മാർ, അവൻ്റെ അമ്മ അവനിൽ വിശ്വസിച്ചു. അവൻ വരാനിരുന്ന മെശിഹ ആണെന്ന്. കാരണം അത് ജനത്തിന് മുഴുവനും പഴയ നിയമത്തിൻ്റെ പഴയ വീഞ്ഞിനെ മാറ്റി റീപ്ലേസ് ചെയ്ത് പുതിയ വീഞ്ഞ് എല്ലാവർക്കുമായി, പുതു വീഞ്ഞെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കുമായി വെളിപ്പെടുത്തി നൽകി. ഇപ്പം നോക്കിയേ, ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഈ 12 ദിവസത്തെ തിരുനാളുകളെയാണ് പൗരസ്ത്യ സഭ എന്തായിട്ട് വിളിക്കുന്നത്? എപ്പിഫനി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്താൽ ഞങ്ങളെ ഉണർത്തണമേ. ഞങ്ങളുടെ ചിന്തകളെ ഏകാഗ്രമാക്കണമേ. പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അപ്പോഴീ യഥാർത്ഥത്തിൽ നമ്മൾ അതുകൊണ്ട് ഈ എപ്പിഫനി, ഈ ദനഹ പെരുന്നാൾ ഒരു വെളിപാടിൻ്റെ തിരുനാളാണ്. അതുകൊണ്ടാണ് ഇത് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, നമ്മളുടെ
പഴയ നിയമത്തിലെ ഈശോ സ്വീകരിച്ച സ്നാനമല്ല നമ്മൾ സ്വീകരിക്കുന്നത്. പഴയ നിയമത്തിൽ ഈശോ സ്വീകരിച്ച സ്നാനമല്ല നമ്മൾ സ്വീകരിക്കുന്നത്. ഈശോ സ്വീകരിക്കുന്ന സ്നാനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അത് പാപമോചനത്തിൻ്റെ സ്നാനമാണ്, അനുതാപത്തിൻ്റെ സ്നാനമാണ്. അത് യോഹന്നാൻ സ്നാപകൻ നൽകിയ സ്നാനമാണ്. എന്നാൽ നമ്മുടെ സ്നാനം അത് അനുതാപത്തിൻ്റെ സ്നാനം മാത്രമല്ല. ശ്രദ്ധിക്കണം, അത് അനുതാപമുണ്ട്, പാപമോചനമുണ്ട്, ഉത്ഭവ പാപവും കർമ്മപാപവും മോചിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും ഉപരിയായി ഈ സ്നാനം വെളിപാടുകളുടെ സ്നാനമാണ്. അതുകൊണ്ടാണ് ഇത് ജ്ഞാനസ്നാനമെന്ന് പറയുക. ഓരോ ദിവസവും ദൈവീക രഹസ്യങ്ങൾ കൂടുതൽ അറിയാനുള്ള വിളിയാണ് ക്രിസ്ത്യാനിയുടെ വിളി. ഹല്ലേലൂയ, വളരെ ശ്രദ്ധിക്കണം. ഓരോ ദിവസവും വെളിപാടുകൾ കൂടുതൽ 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 അറിയാനുള്ള വിളിയാണ് ക്രിസ്ത്യാനികളുടെ വിളി. അതുകൊണ്ട് ഈ സ്നാനമെന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ സ്നാനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപാടുകൾ. നമുക്കറിയാം യേശു ആരാണെന്നും അവന് പരിശുദ്ധ തൃത്വത്തിലെ ബന്ധം എന്താണെന്നും അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ വെളിപാടിലേക്ക് ഓരോ ദിവസവും നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ജ്ഞാനത്തിൽ അനുദിനം നമ്മൾ ബലപ്പെടുകയാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ സ്നാനം അത് ഒരു കർമ്മമല്ല, മറിച്ച് അത് ദൈവിക രഹസ്യങ്ങളിലേക്കുള്ള ഒരു പ്രവേശനമാണ്. അതുകൊണ്ട് നമ്മുടെ മാമോദീസ വളരെ വിലപ്പെട്ടതാണ്. അത് അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ തലത്തിലുള്ള വളർച്ച കൂടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂജരാജാക്കന്മാർ അവര് ഈശോയ്ക്ക് പൊന്നും മീറയും കുന്തിരിക്കവും കൊണ്ടുവന്ന് ബെത്ലഹേമിൽ കാഴ്ചവെച്ചു. അവരുണ്ണിയെ വണങ്ങി. അവർ കണ്ട് വണങ്ങാൻ കാര്യം, ഇവനാണ് പ്രപഞ്ചത്തിൻ്റെ രാജാവ്, ഇവനാണ് ലോകത്തിൻ്റെ രക്ഷകൻ, ഇവനാണ് സാക്ഷാൽ ദൈവപുത്രൻ, ഇവനാണ് സർവ്വലോകത്തിൻ്റെയും അധിപൻ, ഇവനാണ് വരാനിരിക്കുന്ന മെസ്സിഹ. ഇത് അവർ വിശ്വസിച്ചാണ് ഇവർ വരുന്നത്. നമുക്കറിയാം ബൈബിളിൽ 2 തരത്തിലുള്ള ജ്ഞാനികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഒരു ജ്ഞാനമെന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരു സംഭവമാണ്. അതായത് ബൈബിൾ 2 തരത്തിലുള്ള ജ്ഞാനികളെ അവതരിപ്പിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള ജ്ഞാനികൾ. അതായത് ജ്ഞാനികളെന്ന് പറയുമ്പോൾ ഈ പൗരസ്ത്യ ദേശങ്ങളിൽ ഇസ്രായേലിന് പുറത്ത് ജീവിച്ചിരുന്ന ഒരുപാട് ആളുകൾ, ജ്ഞാനമുണ്ടെന്ന് അവകാശപ്പെട്ട ആളുകൾ, അവർ പ്രവചനപരമുള്ളവർ, അവർ ദർശനം പറയുന്നവർ, പ്രശ്നക്കാർ, ഭാവി ഫലം പറയുന്നവർ, ആഭിചാരക്കാർ, ക്ഷുദ്രക്കാർ, മന്ത്രവാദം നടത്തുന്നവർ, ദൈവപ്രശ്നം നടത്തുന്നവർ, അതിൻ്റെ അടുത്ത് മക്കളെ കുരുതി കൊടുക്കുന്നവർ, നരബലിയൊക്കെ നടത്തുന്നവർ. അപ്പം ഇങ്ങനെ ഈ ലോകത്തിലെ എല്ലാ ജ്ഞാനവും അവരുടെ കസ്റ്റഡിയിലുണ്ട്, അവർ ഈ ലോകത്തെ മോചിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരുതരം ജ്ഞാനം. അതിലൊരു ടീമാണ് നമ്മളിപ്പോൾ വായിച്ച് കേൾക്കാൻ പോകുന്നത്. ലോകത്തിലെ ഒരുതരം ജ്ഞാനമാണ്. ബൈബിൾ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു ടൈപ്പിലുള്ള ജ്ഞാനികളുണ്ട്. അതായത് ലോകത്തിൻ്റെ ഈ മന്ത്രവാദവും വെളിച്ചപ്പാടും ക്ഷുദ്രവും മൃതസന്ദേശ വിദ്യയും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരുതരം ജ്ഞാനം. ആ ജ്ഞാനത്തെക്കുറിച്ചാണ് വായിക്കാം. അവർ ദ്വീപ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പാഫോസിലെത്തിയപ്പോൾ പൗലോസും സീലാസും ബർണബാസും മർക്കോസും ഒക്കെ സുവിശേഷം പ്രസംഗിച്ച് ഇങ്ങനെ ദ്വീപിലൂടെ ഈ ഗ്രീക്ക് നാടുകളിലൂടെ ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സംഭവമാണ്. അവർ ഒരു മന്ത്രവാദിയെ കണ്ടുമുട്ടി. അവൻ ബർ യേശു എന്നു പേരുള്ള യഹൂദനായ ഒരു വ്യാജ പ്രവാചകനായിരുന്നു. ആള് യഹൂദനാണ്, പക്ഷേ ഒരു മന്ത്രവാദിയാണ്, ഒരു വ്യാജ പ്രവാചകനാണ്. ഉപസ്ഥാനപതിയും ബുദ്ധിമാനുമായ സെർജിയൂസ് പൗലൂസിന്റെ ഒരു സദസ്യനായിരുന്നു അവൻ. ഈ ഉപസ്ഥാനപതി ദൈവവചനം ശ്രവിക്കാൻ താൽപര്യപ്പെട്ട് ബാർനബാസിനെയും
സാവൂളിനെയും വിളിപ്പിച്ചു. പൗലോസിനോടും ബർന്നബാസിനോടും പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ സെർജ്യൂസ് പൗലോസ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ അധികാരി പറഞ്ഞു, വാ കേൾക്കട്ടെ. അപ്പോൾ എന്നാൽ മാന്ത്രികനായ എലിമാസ്, മാന്ത്രികൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം. എലിമാസ് എന്ന് പറഞ്ഞ ഈ ബർ യേശു എന്ന് പറയുന്ന ഈ മാന്ത്രികൻ, ഈ വ്യാജ യഹൂദൻ, വ്യാജ പ്രവാചകൻ എന്തു പറഞ്ഞു? വിശ്വാസത്തിൽ നിന്ന് ഉപസ്ഥാനപതിയെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ തടഞ്ഞു. അവരോട് പറഞ്ഞു, ചുമ്മാതാ ഈ യേശു എന്നൊക്കെ പറഞ്ഞു, ചുമ്മാതാ, ഞാനും ഒരു യഹൂദനാണ്, ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല, ഇതൊന്നും ചുമ്മാ സാറ് വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പൗലോസ് എന്താ പറഞ്ഞത്? പൗലോസ് എന്ന് കൂടി പേരുണ്ടായിരുന്ന സാവൂൾ ആകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, സാത്താന്റെ സന്താനമേ, സകല നീതിക്കും എതിരായവനെ, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, ദൈവത്തിന്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് വിരമിക്കയില്ലേ? ഈ പൗലോസ് ഇവനെ വിളിക്കുന്നത് സാത്താന്റെ സന്താനമേ, സകല നീതിക്കും എതിരായവനെ, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ എന്നൊക്കെ വിളിച്ചിട്ട് ഈ ദുർമന്ത്രവാദിയെ, ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നടക്കുന്ന ചില മന്ത്രവാദികൾ, അവരെ വിളിക്കുന്നത് ഈ സാത്താൻ്റെ പ്രവർത്തനമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് ലൂക്കായാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളും എഴുതുന്നത്. ലൂക്ക ഉപയോഗിക്കുന്നത് മന്ത്രവാദി എന്ന് പറയുന്നതിന് വാക്കിന് ഉപയോഗിക്കുന്നത്, ശ്രദ്ധിക്കണം, അത് പറയാൻ വേണ്ടിയിട്ടാണ്. മാഗൂസ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുക. മാഗൂസ്, ഈ വാക്കിൽ നിന്നാണ് മജായി, അതായത് പൗരസ്യ നാട്ടിൽ നിന്ന് വന്ന ഈ ജ്ഞാനികൾക്കും ഉപയോഗിക്കുന്ന വാക്ക് ഇത് തന്നെയാണ്. ശ്രദ്ധിക്കണേ, ലൂക്ക ഇവിടെ ബർ യേശുവിന് അഥവാ ഈ വ്യാജപ്രവാചകൻ, ഈ എലിമാസ് എന്ന് പറഞ്ഞ ദുർമന്ത്രവാദിക്ക് ഉപയോഗിക്കുന്ന വാക്കും മാഗൂസ് എന്നൊരു വാക്കാ, ജ്ഞാനി എന്നൊരു വാക്കാ. പക്ഷെ ആ ജ്ഞാനി മന്ത്രവാദിയായ ജ്ഞാനിയാണ്. ലൗകിക ജ്ഞാനമുള്ള ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളും ആഭിചാരങ്ങളും ക്രിയകളും ഒക്കെ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. എന്നാൽ മാഗൂസ് എന്ന വചനത്തിൻ്റെ ഈ വാക്കിന് ലൂക്ക മറ്റൊരു ഗ്രൂപ്പിനെ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് പൗരസ്ത്യ നാടുകളിൽ നിന്ന് വന്ന ഈ പൂജരാജാക്കന്മാർ. അവരെ ഒരിക്കലും അന്ധരായ ജ്ഞാനികളായിട്ടല്ല ബൈബിൾ അവതരിപ്പിക്കുന്നത്. അവരെ അവതരിപ്പിക്കുന്നത് നല്ല ജ്ഞാനികളായിട്ടാണ്, സത്യാന്വേഷികളായ ജ്ഞാനികളായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദനഹ പെരുന്നാളാണ്. ദനഹ എന്ന പെരുന്നാളിൽ ദൈവം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അത് എപ്പിഫനി എന്ന് പറഞ്ഞൊരു പെരുന്നാളാണ്. എപ്പിഫനി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷീകരണം, വെളിപാട്. ദനഹ എന്ന് പറയുന്നത് ഈ മാമോദീസായിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തലുകൾ തുടങ്ങുന്നത് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ്. ഈ കാലിത്തൊഴുത്തിൽ പൂജരാജാക്കന്മാർ വന്ന് ദൂരദേശത്തു നിന്ന് ഈ ജ്ഞാനികൾ, യഥാർത്ഥ സത്യാരാധകരായ സത്യാന്വേഷികളായ ജ്ഞാനികൾ വന്ന് ഈ ഉണ്ണി ഈശോയെ കണ്ടിട്ട് അവർക്ക് കിട്ടിയ വെളിപാട്, ഇവൻ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ രാജാവാണ്, ദൈവമാണ്, യഥാർത്ഥ മനുഷ്യനുമാണ്. അതുകൊണ്ടാണ് പൊന്ന്, മീറ, കുന്തിരിക്കം ഇത് കാഴ്ചവെച്ചത്. പൊന്ന് എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ അടയാളമാണ്. സ്വർണം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ അടയാളമാണ്. ഇവൻ രാജാവാണ്, ഇവൻ സകലരുടെയും രാജാവാണ്. അവർ കുന്തിരിക്കം കാഴ്ചവെച്ചു. നമുക്കറിയാം, കുന്തിരിക്കം അത് ദൈവമഹത്വത്തിന് വേണ്ടി ഉയർത്തപ്പെടുന്ന പുകയാണ്. കുന്തിരിക്കം ദൈവമഹത്വം, ദൈവാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവൻ ദൈവമാണ് എന്ന് പറയുന്നത്. അവൻ്റെ ദൈവത്വത്തെ അവർ അംഗീകരിച്ചു. പിന്നീട് അവർ മീറ കാഴ്ചവെച്ചു. മീറ എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണ അത് മനുഷ്യൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതിനെ കേടുകൂടാതെ സൂക്ഷിക്കാൻ, അതിന് രോഗം വരാതെ സൂക്ഷിക്കാൻ ഈ മീറ, അത് ചില വൃക്ഷങ്ങളുടെ തൊലികളിൽ നിന്ന് എടുക്കുന്ന ഒരു നീരാണ്. അത് പലപ്പോഴും മൃതമായ ശരീരം അത് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി മീറ പുരട്ടാറുണ്ട്. അതുകൊണ്ട് ഇതൊരു സൗഖ്യത്തിൻ്റെ വസ്തു, ഇത് ഒരു മരുന്നാണ്. അപ്പം അതുകൊണ്ട്
അവൻ അത് കാഴ്ചവെച്ചു എന്ന് പറയുമ്പോൾ അവൻ്റെ മനുഷ്യത്വത്തെ അവർ അംഗീകരിച്ചു. ഇപ്പൊ നോക്കുക, അവൻ രാജാവാണ്, അവൻ ദൈവമാണ്, അവൻ മനുഷ്യനുമാണ്. അതുകൊണ്ടാണ് ഈ സത്യാന്വേഷികളായ ജ്ഞാനികളായ അവർ പൊന്നും മീറയും കുന്തിരിക്കയും കൊണ്ടുവന്ന് ഈശോയ്ക്ക് കാഴ്ച വെച്ചു. അവർക്ക് സ്വർഗം വെളിപ്പെടുത്തി നക്ഷത്രത്തിലൂടെ. ഇവനാണ് ലോകത്തിൻ്റെ രക്ഷ. ഇതാണ് വെളിപാടിൻ്റെ തിരുനാൾ. ഹല്ലേലൂയ, സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ജ്ഞാനം, സത്യാന്വേഷികളായ ജ്ഞാനികളുടെ ജ്ഞാനം, അതും മജായി, മാഗൂസ്. എന്നാൽ ലോകത്തിൻ്റെ വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ ശത്രു സംഹാരങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന് അവകാശപ്പെടുന്ന ഈ ലോകത്തിൻ്റെ ജ്ഞാനികളുമുണ്ട്. ഈ ബൈബിൾ രണ്ടു തരം ജ്ഞാനത്തെയും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ എപ്പിഫനി പെരുന്നാളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, ദൈവമേ സത്യത്തെ അന്വേഷിക്കാൻ ഒരു മനസ്സ് തരണേ, സത്യം പറഞ്ഞു തരണേ, സത്യം വെളിപ്പെടുത്തി തരണമേ. യഥാർത്ഥ സത്യം എന്താണെന്ന് വെളിപ്പെടുത്തി. എല്ലാവരും ഇപ്പം നമ്മുടെ അടുത്ത് എല്ലാവരും സത്യമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ സത്യം വെളിപ്പെടുത്തേണ്ടത് സ്വർഗമാണ്, ഇത് വെളിപാടാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, എനിക്ക് തന്നെ ഇത് കിട്ടിയത് ഒരു വെളിപാടിലൂടെയാണ്. പൗലോസ്ലീഹ പറയാണ്, ഇതൊരു റെവലേഷനിലൂടെയാണ്. അതുകൊണ്ടാണ് ഈശോ 12 സ്ലീഹന്മാരോട് പറഞ്ഞത്, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങ് ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ഈ ശിശുക്കൾക്ക്, ഈ 12 സ്ലീഹന്മാർക്ക്, മുക്കുവർക്ക്, ഒന്നും അറിയാത്തവർക്ക്, എട്ടും പൊട്ടും തിരിയാത്തവർക്ക്, ഇവർക്കിത് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ, ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇത് വെളിപാടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ക്രിസ്തീയ രഹസ്യം എന്നുള്ള വെളിപാടാണ്. അത് നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജ്ഞാനികൾ ക്രിസ്തുവിൻ്റെ രാജത്വത്തെയും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഈ 3 തലങ്ങളിൽ കാഴ്ചവെച്ച് അവർ ഏറ്റുപറഞ്ഞു, നീയാണ് വരാനിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ, സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇത് അവർ നയിച്ചതൊരു നക്ഷത്രമാണ്. ഒരു നക്ഷത്രത്തെ അവരിങ്ങനെ നയിച്ച് ഈ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കൊണ്ടുവന്നു. അവരത് കണ്ടിട്ട് അവർ പറഞ്ഞു, പ്രപഞ്ചത്തെ മുഴുവനും നക്ഷത്ര വ്യൂഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ചവൻ അവനാണെന്ന് അവർ ഏറ്റുപറഞ്ഞു. ഈ ഒരു വെളിപാടിൻ്റെ പെരുന്നാളാണ് ഈ എപ്പിഫനി പെരുന്നാൾ. അതിൻ്റെ അവസാനത്തേക്കാണ് നമ്മൾ ദനഹാ പെരുന്നാളിലേക്ക് വരുന്നത്. ദനഹാ പെരുന്നാളിലേക്ക് ഒരു യേശുവിൻ്റെ ജ്ഞാനസ്നാനം. ഈ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈശോയുടെ ജ്ഞാനസ്നാനം യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശോയുടെ ജ്ഞാനസ്നാനം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു പ്രധാന കാര്യം കണ്ടുകൊണ്ട് നമുക്ക് ആരാധന പൂർത്തിയാക്കും. നമുക്കറിയാം, ഈ യോഹന്നാൻ സ്നാപകൻ്റെ അദ്ദേഹം പരികർമ്മം ചെയ്ത ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് പാപങ്ങളുടെ മോചനത്തിൻ്റെ അനുതാപത്തിൻ്റെ സ്നാനമാണ്. അതായത് എല്ലാവരും പാപങ്ങൾ ഏറ്റുപറയണം. ഉടനെ ഈ കാണുന്ന ചിത്രം, യോഹന്നാൻ സ്നാപകൻ ആ വെള്ളം ഇങ്ങനെ കോരി ആളുകളുടെ മുകളിലേക്ക് അല്ലെങ്കിൽ അവിടെ മുക്കി സ്നാനപ്പെടുത്തും. ഉടനെ പാപം ക്ഷമിക്കപ്പെട്ടു. പാപങ്ങൾ ഏറ്റുപറയുന്നു, വെള്ളത്തിൽ മുക്കുന്നു, പാപം മോചിക്കുന്നു. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ അപ്പൊ നമ്മൾ ചോദിച്ചു, എന്തിനാണ് പാപമില്ലാത്തവനായ യേശു, പാപമില്ലാത്തവനായ യേശു വന്ന് ഈ സ്നാപക യോഹന്നാന്റെ മുമ്പേ മുട്ടുകുത്തിയേ? എല്ലാവരും പാപികളല്ലേ വന്ന് മുട്ടുകുത്തേണ്ടത്? പാപമോചനത്തിൻ്റെ അനുതാപം ആവശ്യമില്ലാത്ത, പാപമോചനം ആവശ്യമില്ലാത്ത ഈശോ വന്ന് എന്തിനാണ് അവിടെ മുട്ടുകുത്തിയേ? ശ്രദ്ധിക്കണേ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപാട്. അപ്പോൾ സ്നാപകൻ ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തുന്നത്? ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കാനിരിക്കെ നീ എന്തിനാണ് എൻ്റെ അടുത്ത് നിന്ന് സ്നാനം സ്വീകരിക്കുന്നത് എന്ന് ആര് ചോദിച്ചു?
അറിയിച്ചു. സ്നാപക യോഹന്നാൻ ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ അടുത്ത് നിന്ന് സ്നാനം സ്വീകരിക്കുന്നത്? ഉടനെ ഈശോ മറുപടിയായിട്ട് പറഞ്ഞു, ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ശ്രദ്ധിക്കണേ, വാക്ക് വളരെ പ്രധാനപ്പെട്ട. ഈശോ പറഞ്ഞു, ഇപ്പോൾ നീ ഇത് അനുവദിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുവാൻ നമുക്ക് ഉചിതമാണ്. സർവനീതി എന്താണ്? ഈ സർവനീതി എന്താണ് ഈശോ അങ്ങനെ പറയാൻ കാര്യം? അതായത് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് പാപമുള്ള മനുഷ്യന് വേണ്ടി പാപമില്ലാത്തവനായ ഒരുവൻ കൊല്ലപ്പെടണം. ഇതാണ് ദൈവത്തിൻ്റെ നീതി. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണെങ്കിലും പെട്ടെന്ന് പറയാം, എന്നോട് മനസ്സിലാക്കാൻ വേണ്ടി. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മമാണ്, രഹസ്യമാണ്. കായേനും ആബേലും രണ്ടുപേരും കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഒരു ദിവസം ആബേൽ ബലി അർപ്പിക്കുമ്പോൾ ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു. കായന് ദേഷ്യമായി. കായൻ എന്ത് ചെയ്തു? ആബേലിനെ കൊന്നു. എവിടെ വെച്ച്? വയലിൽ വെച്ച് കൊന്നു. സ്വാഭാവികമായിട്ടും നിഷ്കളങ്കമായ രക്തം വീഴുമ്പോൾ ഈ കായൻ ചെയ്ത തെറ്റിന് കായൻ പരിഹാരം ചെയ്യണം. ഇതാണ് മനുഷ്യൻ്റെ എല്ലാവരുടെയും അവസ്ഥ. ഞാനൊരു തെറ്റ് ചെയ്താൽ അതിനൊരു പരിണിത ഫലമുണ്ട്. എല്ലാ തെറ്റിനും ഒരു പുൽനാമ്പ് പൊട്ടിച്ചാൽ പോലും അതിന് ഒരു നക്ഷത്രം ഉലയുന്നു എന്നാണ് പറയുന്നത്. അതായത് എല്ലാത്തിനും ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ട്. സ്നേഹമുള്ളവർ ശ്രദ്ധിക്കണം, ഒരു പുൽനാമ്പ് നമ്മൾ പൊട്ടിച്ചാൽ പോലും ഒരു നക്ഷത്രം ഉലയുമെന്നാണ് പറയുക. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പാപം നമ്മൾ വിചാരിക്കും ഒരു കള്ളമില്ലേ, സാരമില്ല, കുഴപ്പമില്ല. നമ്മൾ വിചാരിക്കും, ഓ ഇതാരും കാണുന്നില്ല. പക്ഷെ ഇതിൻ്റെ പരിണിത ഫലമാണ് ഈ കുരിശിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അപ്പൊ ഒരു പാപം ചെയ്താൽ അതിന് ഒരു തിക്താനുഭവമുണ്ട്. അത് ഞാൻ ഏറ്റെടുക്കണം. പാപം ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കണം. ഇവിടെ കായൻ ആബേലിനെ കൊന്നു. കായൻ വിചാരിച്ചു ആരും കണ്ടില്ലെന്ന്. പക്ഷേ ഈ നിഷ്കളങ്കമായ രക്തം മണ്ണിൽ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി, ദൈവമേ എനിക്ക് നീതി നടത്തി തരണേ, എനിക്ക് നീതി തരണേ. ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്കും അവകാശമുണ്ടായിരുന്നു. എൻ്റെ അവകാശത്തെ കായൻ കൊന്നുകളഞ്ഞു. അവനോട് കണക്ക് തീർത്ത് എനിക്ക് മോചനം തരണം, എന്നെ മോചിപ്പിക്കണം, എനിക്കും ജീവിക്കണം, അവകാശം. അല്ലെ അവന് ശിക്ഷിക്കണം. ഇതാണല്ലോ എല്ലാ കോടതിയിലും പറയുന്നത്. അവന് പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. വളരെ റെയറായിട്ടുള്ള ആളുകളെ പറയുന്നുള്ളൂ, പോട്ട് സാരമില്ല, ക്ഷമിച്ചേക്കുന്നു. സിസ്റ്റർ റാണി മരിയയെ കൊന്ന ആളിൻ്റെ അടുത്ത് അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു, സാരമില്ല, എൻ്റെ മോളെ കൊന്ന ആളിനോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കും. വളരെ ദൈവികമായി ജീവിക്കുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാത്തവരെല്ലാം ഇങ്ങനെ നിലവിളിക്കും. ആബേലിൻ്റെ രക്തം പകരം വീട്ടാൻ വേണ്ടി നിലവിളിക്കും. എന്നോട് ചെയ്ത ഈ ചതി, ഈ വഞ്ചന, എന്നെ പറ്റിച്ചത്, എൻ്റെ ചാരിത്രം കളങ്കം വരുത്തിയത്, എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയത്, എൻ്റെ നിഷ്കളങ്കതയെ കവർന്നെടുത്തത്, പരിഹാരം വേണം, പരിഹാരം ചെയ്തേ പറ്റും. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ നിലവിളി കേട്ടു. ദൈവം നീതിമാനായ ദൈവമാ. ദൈവം എന്ത് ചെയ്യും? കായനെ ഇവിടെ വാ, നീ കൊന്നോ? നീ ആബേലിനെ കൊന്നോ? ചോണേ കൊന്നോ? അപ്പൊ പറഞ്ഞു, പറ്റിപ്പോയി. നീ ശിക്ഷ അനുഭവിക്കണം. ഉടനെ ഈ കായനല്ലേ ആള്, കായന് കർത്താവിൻ്റെ മുമ്പിൽ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറ്റിപ്പോയി, ഇനി ഞാൻ ചെയ്യില്ല, പ്ലീസ് എന്നോട് ക്ഷമിക്കണം. ദൈവം എന്ത് ചെയ്യും? ദൈവം നീതിമാനാണെങ്കിലും ഈ കണ്ണുനീര് കണ്ടാൽ ദൈവത്തിന് കരളലിയും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു അറിയാമോ? കരയാതെ വിഷമിക്കാതെ, പോട്ടെ, സാരമില്ല കേട്ടോ, ഇനി ഒന്നും ചെയ്യാതിരുന്നാൽ മതി, പൊക്കോ. ഉടനെ വീണ്ടും ആബേലിന്റെ രക്തം കടന്ന് നിലവിളിക്കുകയാണ്, വിടരുത്, അവനെ പിടിക്കുക, അവന് ശിക്ഷ കൊടുക്കണം. ഈ ഭൂമിയിൽ ഞാൻ നിഷ്കളങ്കമായിട്ട് ജീവിച്ചതല്ലേ, എനിക്കും ജീവിക്കാൻ അവകാശമില്ലായിരുന്നോ?
പാതി വഴിയിൽ വെച്ചല്ല എൻ്റെ ജീവനെ അവൻ കവർന്നെടുത്തത്. കൊലപാതകി, നീചൻ, അവനെ കൊല്ലണം. ചോരയ്ക്ക് പകരം ചോര, അതല്ലേ നീതി? നീ നീതിമാനായ ദൈവമല്ലേ? ദൈവം ഇതെല്ലാം കേട്ടിട്ട്, ദൈവമേ ശരിയാണല്ലോ, പരിഹാരം ചെയ്തേ പറ്റൂ. വിളിച്ചു, കായനെ നീ വന്നേ. അങ്ങനൊന്നും പോകാൻ പറ്റത്തില്ല, ചെറുക്കൻ്റെ ചോരയ്ക്ക് കണക്ക് കൊടുത്തേ പറ്റിക്കുവാ. വീണ്ടും കായനെ വിളിച്ചു. കായനല്ലേ? കായൻ വീണ്ടും കാമന്നടിച്ച് വീണ് കരഞ്ഞേങ്ങലടിച്ച് പറഞ്ഞു, പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കുക, ഒരബദ്ധം ആർക്കും പറ്റില്ലേ, പ്ലീസ് ക്ഷമിക്കുക, നീ ദൈവമല്ലേ, നീ വലിയ കരുണയുള്ളവന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിനെന്നും ഈ ഒരു വിഷയം, എല്ലാ ദിവസവും ദൈവത്തിൻ്റെ മുൻപിൽ ഈ ഒരു വിഷയമുണ്ട്. ദൈവം ഒരു ഡിലേമയിലാണ്, ദൈവം ഒരു ക്രൈസിസിലാണ്. എങ്ങനെ കായേനോട് ക്ഷമിക്കാനും പറ്റും, ആബേലിനോട് നീതി പുലർത്താനും പറ്റും. ഇതാണ് ദൈവത്തിൻ്റെ മുൻപിലെ എക്കാലത്തെയും ചോദ്യം. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മിടുക്കരായിട്ട് വന്നിട്ട് കർത്താവിനോട് പറയും, പറ്റിപ്പോയേ കേട്ടോ, ക്ഷമിച്ചേക്കണേ. കുമ്പസാരക്കൂട്ടിൽ നമ്മൾ മുട്ടുകുത്തും, ക്ഷമ ചോദിക്കും. ദൈവം കരുണയല്ലേ, ദൈവം ക്ഷമിക്കും. പക്ഷേ നമ്മൾ കണ്ണുനീര് വീഴ്ത്തിയ, നമ്മൾ വേദനിപ്പിച്ച, മുറിപ്പെടുത്തിയ, നമ്മൾ ജീവൻ കവർന്ന ചില ആളുകളുടെ കണ്ണുനീര് കിടപ്പുണ്ട് ഈ ഭൂമിയിൽ. ഞാൻ ചെയ്ത തെറ്റിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന ചില ആളുകളുണ്ട്, അവരുടെ വേദനയുണ്ട്. അതിനാര് പരിഹാരം ചെയ്യും? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഇതിന് പരിഹാരം ചെയ്യണം. അതിനുള്ള ദൈവത്തിൻ്റെ ഏക വഴി, ആ ഏക വഴിയാണ് ദൈവം തൻ്റെ ഏക മകനെ ഭൂമിയിലേക്ക് അയക്കുക. കാരണം അവൻ മാത്രമേ പാപമില്ലാത്തവനായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ സ്നാപക യോഹന്നാന്റെ മുൻപിൽ വന്ന് ഈശോ നിൽക്കുമ്പോൾ, ഈശോയ്ക്ക് പാപമൊന്നുമില്ലെങ്കിലും ഞാനും നിങ്ങളും ചെയ്ത, അനേക കായേന്മാർ ചെയ്ത ഒരുപാട് പാപങ്ങളെടുത്ത് അവൻ ചുമലിൽ വെച്ചിട്ട് ഈ ലോകത്തിൻ്റെ പാപം മുഴുവനും പേറിക്കൊണ്ട് അവൻ സ്നാപകനോട് പറയുകയാണ്, ഇതാ ഇപ്പോൾ അനുവദിക്കുക, എന്നെ എടുത്ത് ഈ വെള്ളത്തിലേക്കിടുക, ഈ അനുതാപത്തിൻ്റെ വെള്ളത്തിലേക്കിടുക. കാരണം ഈ ലോകത്തിൻ്റെ മുഴുവനും പാപവും ഞാനിതാ വഹിക്കുകയാണ്. അതുകൊണ്ടാണ് സ്നാപകൻ അവനെ നോക്കി പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് അത് പറയാൻ കാര്യം അതാ. നോക്കുമ്പോ ഒരു തെറ്റും ചെയ്യാത്തവൻ. കാരണം എന്താ? സ്നാപക യോഹന്നാനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരുന്നു, നീ സ്നാനം കൊടുക്കുമ്പോ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ദേഹരൂപത്തിൽ ആരുടെ മേൽ ഇറങ്ങി വരുന്നത് നീ കാണുന്നുവോ, അവനാണ് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുകൊണ്ടാണ് സ്നാപകൻ പറഞ്ഞത്, ഒരു തെറ്റും ചെയ്യാത്ത നിന്നിൽ നിന്ന് ഞാൻ സ്നാനം സ്വീകരിക്കാനിരിക്കെ നീ എന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇത് അനുവദിക്കുക, സർവ്വനീതി പൂർത്തിയാകണം. എന്താ സർവ്വനീതി? എൻ്റെ അപ്പന്റെ ഹിതമാണിത്, എൻ്റെ പിതാവിൻ്റെ ഹിതമാണിത്. ഈ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി, അനേകരുടെ പാപത്തിന് വേണ്ടിയുള്ള പരിഹാര ബലിയാ ഞാൻ. എന്നെ എടുത്ത് ഈ വെള്ളത്തിലേക്കിട. എന്താ ഈ വെള്ളത്തിലേക്ക് ഇടാൻ പറയാൻ കാര്യം എന്നറിയാമോ? പണ്ട് യോന നിനവയിൽ പോയി പ്രസംഗിക്കാമെന്ന് പറഞ്ഞു, പോയില്ല. താർസിസിലേക്ക് ഓടി, കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി അവിടെ കിടന്നുറങ്ങി. തിരമാലകൾ കപ്പലിനെ എടുത്ത് അമ്മാനമാട്ടി. കപ്പൽ മുങ്ങുമെന്നറിഞ്ഞപ്പോ അവർ കുറിയിട്ടു. കുറി ആർക്ക് വീണു? യോനായിക്ക്. അവരെടുത്ത് പിടിച്ചിട്ട് കെട്ടിയിട്ട് പറഞ്ഞു, എടുത്തെറിയാൻ പോവാന്ന്. യോന പറഞ്ഞു, എറിഞ്ഞോ? കാരണം ഈ കപ്പൽ ശാന്തമാകണമെങ്കിൽ എന്നെ എടുത്ത് ഈ വെള്ളത്തിലിടണം. ഈ ഭൂമി ശാന്തമാകണമെങ്കിൽ, ഈ പാപം നിമിത്ത കലുഷിതമായ തിരമാലകൾ ശാന്തമാകണമെങ്കിൽ ഈ തെറ്റ് ചെയ്ത് എന്നെ എടുത്ത് വെള്ളത്തിലിടണം. പ്രിയപ്പെട്ടവരെ, അവരെടുത്ത് യോനായി വെള്ളത്തിലിട്ടു. യോന 3 ദിവസം കടലിൻ്റെ അടിത്തട്ടിൽ മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരുന്നു. 3-ാം ദിവസം ഛർദ്ദിച്ചു. ഇതാ പുതിയ നിയമത്തിലൊരു യോനായെ നമ്മൾ കാണുക. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അവൻ പറയുക, സ്നാപക, എന്നെ എടുത്ത് നീ വെള്ളത്തിലേക്കിട്.
കാരണം ഈ ലോകം ശാന്തമാകാൻ, ഈ ഭൂമിക്ക് സ്വസ്ഥത കിട്ടാൻ, പാപം മൂലം കലുഷിതമായി തീർന്ന അനേക തിരയിളക്കം കൊണ്ട് ഈ ഭൂമി തകർന്നിരിക്കുക. അതുകൊണ്ട് ഈ ഭൂമിക്ക് സ്വസ്ഥത കിട്ടാൻ എന്നെ എടുത്ത് വെള്ളത്തിലിട്ടോ. പ്രിയപ്പെട്ട, ഇതാണ് ആ സ്നാനം. അതവൻ പറയുകയും ഈ സ്നാനം അവൻ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. ഇതാണ് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ഏക കുഞ്ഞാട്. ഇങ്ങനെ ഒരു ദൈവമേ ഉള്ളൂ, വേറൊരു ദൈവമില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് ഈ ഒരു പാപികളുടെ സ്നാനഘട്ടത്തിലേക്ക് പാപമില്ലാത്തവൻ ഇറങ്ങി നിന്ന് ഈ ലോകത്തിൻ്റെ പാപം മുഴുവനും മോചിച്ചെടുത്ത തിരുനാളാണ്. അപ്പോഴാണ് സ്വർഗം വെളിപാട് നൽകിയത്, ഇതാണ് ആ കുഞ്ഞാട്. വേറൊരാളെ ഇനി നോക്കണ്ട, ലോകത്തെ മുഴുവൻ സ്വസ്ഥതപ്പെടുത്തുന്ന ഏക കുഞ്ഞാട്. അതുകൊണ്ടാണ് നിന്റെ പാപം, ചെയ്തു കൂട്ടിയ പാപങ്ങൾ, അത് ഈ ഭൂമിക്ക് കണക്ക് കൊടുക്കാൻ നോക്കിയാൽ കടം കൊണ്ട് നമ്മൾ മുടിയത്തേ ഉള്ളൂ. അതുപോലെ പാപത്തിന്റെ കടം പെരുകുന്നുണ്ട്. എന്നാൽ ഈ കുഞ്ഞാടിന്റെ ചുമലിലേക്ക് നീ പാപം എടുത്തു വെച്ചാലുണ്ടല്ലോ, അവൻ ഈ പാപം കത്തിച്ചു കളയും. അവനാണ് ഈ പാപം മുഴുവനും പേറുന്നവൻ. അതുകൊണ്ടാണ് ഈ വെളിപാട് കിട്ടുന്നവർക്ക് നന്നായി കുമ്പസാരിക്കാൻ പറ്റും. ഈ സ്വർഗത്തിന്റെ വെളിപാട് കിട്ടുന്നവർ ചെറിയൊരു പാപം ചെയ്ത ഓടിച്ചത് കുമ്പസാരിക്കും. കാരണം ഇല്ലെങ്കിൽ ഒരു കടം കിടക്കും. ഈ കടം വീട്ടാൻ നമുക്ക് പറ്റത്തുമില്ല. ഈ കടവുമായി മരിക്കാൻ ഇടവന്നു കഴിഞ്ഞാൽ ജീവിതം തകർന്നു പോകും, എന്നേക്കുമായി നരകം. അതുണ്ടാകാതിരിക്കാൻ അവൻ എന്ത് ചെയ്തു? ഇതാ, ഞാനാണ് ലോകത്തിന്റെ പാപം നീക്കുന്നത്, നിന്റെ പാപം എന്റെ ചുമലിൽ എടുത്ത് വെക്കുക. അതിനാണ് കുമ്പസാരം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന നാവിലേക്ക് തന്നുകൊണ്ട് പറയും, ഇതാ വിശുദ്ധ കുർബാന, ഇതാ മിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ട. ഇത് നിന്നെയല്ല കത്തിക്കുന്നത്, നിന്റെ പാപം കത്തിച്ചു കളയുന്ന തീക്കട്ടയാണ്. സീനായിലെ അഗ്നിയാണിത്. ഇതാണ് ദൈവം. ഇത് നിന്റെ പാപം കത്തിച്ചു കളയാൻ വേണ്ടി ഇറങ്ങി വന്ന ദൈവപുത്രനാ. പ്രിയപ്പെട്ട, ഈ വെളിപാടിന്റെ പേരാണ് എപ്പിഫനി. ഇതാണ് ദനഹാ പെരുന്നാൾ. യേശു ദൈവമാണ് എന്ന്, അവനാണ് പാപമോചകനെന്ന് വെളിപാട് കിട്ടുന്നതാണ് ദനഹാ പെരുന്നാൾ. അത് പാപമോചനത്തിൻ്റെ അനുതാപത്തിൻ്റെ മാത്രം കുദാശയല്ല, മറിച്ച് അതാണ് ദിവ്യസ്നാനം, ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. ഓരോ ദിവസവും അവനിൽ ആഴപ്പെടുന്നതിൻ്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവഹിതം, ഇതാണ് ദൈവത്തിൻ്റെ ഹിതം. നമ്മൾ അവനിൽ ആഴപ്പെടണം. അതുകൊണ്ടാണ് ബൈബിളിൻ്റെ പുതിയ നിയമത്തിൻ്റെ തുടക്കത്തിൽ യോർദാൻ്റെ നെറുകയിൽ നിന്നുകൊണ്ട് ദൈവം പറഞ്ഞു, പിതാവ് അരുളി ചെയ്തു മൃദുസ്വരത്തിൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവും ഇറങ്ങി ദാ യോർദാനിൽ പുത്രൻ നിൽക്കുന്നു. സ്വർഗത്തിൽ പിതാവ് മൃദുമന്ത്രണം ഉച്ചരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പരിശുദ്ധ തൃത്വം. ആ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ ലൂക്കാ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം നൽകുവേൻ, വിശ്വസിക്കുന്നവർ രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ തൃത്വത്തിൻ്റെ വെളിപാട് ലോകത്തിന് മുഴുവനും കൊടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് മാമോദീസായിൽ ഈ വെളിപാട്, പരിശുദ്ധ തൃത്വത്തിൻ്റെ വെളിപാട് നമുക്ക് തന്നിട്ട് നമ്മളോട് പറയും, ലോകമെങ്ങും പോയി ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ കിട്ടിയ വെളിപാട് കൊടുക്ക. നമ്മുടെ ജീവിതം വെളിപാടിൻ്റെ ജീവിതമാണ്, റെവലേഷൻ. അത് വെറും അറിവുകളല്ല, പുസ്തകത്തിലെ അറിവ്, കേട്ടറിവ്, എഴുത്തറിവ്, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, വെളിപാട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. സ്നാനം ജ്ഞാനത്തിൻ്റെ സ്നാനമാണ്. ദൈവം വെളിപ്പെടുത്തിയത് ശിശുക്കൾക്കിത് വെളിപ്പെടുത്തി കൊടുക്കും. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകിൽ നിന്നും മറച്ചു വെക്കും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈശോ എന്തുകൊണ്ടാണ് ഹെറോദേസിനോട് പോയി സുവിശേഷം പറയാഞ്ഞത്? ഈശോ എന്തുകൊണ്ടാണ് പീലാത്തോസിനോട് പോയി സുവിശേഷം പറയാഞ്ഞത്? അന്നത്തെ സീസറിനോട് പോയി സുവിശേഷം പറയാഞ്ഞത്? എന്താ പറയുന്നത്? ബുദ്ധിമാന്മാരും ജ്ഞാനികളുമായ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഈശോ പറയാണ്, ഇത് വെളിപാടാണ്, റെവലേഷനാണ്.
ഇത് ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് പള്ളിയിലൊക്കെ വന്ന് ഒന്നും തലക്കനങ്ങളില്ലാതെ, അറിവിൻ്റെ അഹന്തകളില്ലാതെ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ഈശോയുടെ മുഖം കാണിച്ചു കൊടുക്കും. ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറയായിരുന്നു, എനിക്കൊരു രാത്രിയിൽ ഭയപ്പെടുന്ന, ഭീതിപ്പെടുത്തുന്ന, എന്നെ ആക്രമിക്കാൻ വരുന്ന ഒരു കണക്കിനൊരു സ്വപ്നം ഞാൻ കണ്ടു. ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഞാൻ എൻ്റെ ഈശോയെ കണ്ടുവച്ചാ തവിട്ട് നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് എൻ്റെ വീടിൻ്റെ വാതുക്കൽ വന്നിങ്ങനെ നിന്നിട്ട് എൻ്റെ കുഞ്ഞിനെ തൊട്ടുപോകരുതെന്ന് പറയുന്ന, ബലപ്പെടുത്തുന്നവർ. അതിന് പിന്നീട് വലിയൊരു സമാധാനം എനിക്ക് കിട്ടിയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ചില വെളിപാടുകൾ നൽകുന്ന ഒരു ദൈവമുണ്ട്, വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. കൂടെ നടന്ന് ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നത്. അതാണ് ദനഹ പെരുന്നാൾ നമുക്ക് തരുന്നത്. ഇത് വെളിപാടിൻ്റെ പെരുന്നാളാണ്, ജ്ഞാനസ്നാനത്തിൻ്റെ പെരുന്നാളാണ്. ജ്ഞാനം കൊണ്ട് സ്നാനപ്പെടാൻ പ്രാർത്ഥിക്കും. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ജ്ഞാനമാണ്. അതിൻ്റെ ഒരു സ്നാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഈശോ നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് വ്യത്യസ്തമായ പ്രത്യക്ഷീകരണങ്ങൾ ഈശോ ഈ ലോകത്തിൽ നൽകുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ പ്രത്യക്ഷീകരണങ്ങൾ നൽകുന്നുണ്ട്. നേരിട്ട് കർത്താവ് പലർക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പല അടയാളങ്ങളിലൂടെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നുണ്ട്. വചനത്തിലൂടെ ഒരുപാട് വെളിപാടുകൾ നൽകുന്നുണ്ട്, ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുമാത്രം അവനെ അന്വേഷിക്കുന്നുണ്ട്? ഈ വെളിപാടുകളോടൊരു ദാഹമുണ്ടോ, താല്പര്യമുണ്ടോ? അതോ ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് കരുതി ജീവിക്കുകയാണോ? യഥാർത്ഥത്തിൽ വെളിപാടുകളിൽ ആഴപ്പെടാൻ വേണ്ടിയൊരു ക്ഷണമാണ് സഭ ഇന്നത്തെ പെരുന്നാളിലൂടെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ദൈവം അനുദിന ജീവിതത്തിൽ അവിടുന്ന് നമുക്ക് തരുന്ന വെളിപാടുകളെ ആഴപ്പെടുത്തി മനസ്സിലാക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈശോയെക്കുറിച്ച് അറിവ് കിട്ടുമ്പോൾ ഞെട്ടി വിറയ്ക്കുന്ന ആളുകളുണ്ട്. ഹെറോദേസും യെരുശലേം മുഴുവനും അവൻ ജനിച്ചു എന്ന് കേട്ടപ്പോൾ പേടിച്ചു, അസ്വസ്ഥരായി. പക്ഷെ യഥാർത്ഥത്തിൽ ഈശോയുടെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്തി ഈശോ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഉൾക്കൊള്ളുവാൻ, സ്വീകരിക്കുവാനുള്ള ഒരു എളിമയും ഒരു അവധാനതയും ഒരു സ്നേഹവുമൊക്കെ ഈശോയോട് വെച്ച് പുലർത്താൻ നമുക്കാവട്ടെ. നമുക്ക് ഈ ആരാധന പൂർത്തിയാക്കാം.